ഒരുപാട് കമന്റ്സ് നമ്മളുടെ ഇതിനകത്ത് വന്നു. അതായത് യൂട്യൂബിന്റെ കഴിഞ്ഞ വീഡിയോസ് അതായത് നമ്മള് പാരീസ് പോയത്, സ്വിറ്റ്സർലാൻഡ് പോയത്, ആ വീഡിയോകളുടെ ഇടയിൽ ഒരുപാട് കമന്റ്സുകൾ വന്നു. ഒരുപാട് കമന്റ്സ് പറഞ്ഞാൽ വളരെ മോശം കമന്റുകൾ. വളരെ മോശം കമന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ണിനെ കൊണ്ടുപോയില്ല, ഉണ്ണിനെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയി, എന്നിട്ട് ഇന്ദുട്ട അപ്പനാണ്, ഇന്ദുട്ട അമ്മയാണ്, നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലാത്ത മകനെ നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയി, അതെങ്ങനെ സാധിക്കുന്നു, കണ്ണിൽ ചോരയില്ലേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡീസാപ്പ് ബ്ലോഗിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലർക്കും ഡീസാപ്പ് ബ്ലോഗിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് 4 lakh സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഡീസാപ്പ് എന്ന് പറയുന്നത്. കൂടുതലും ഫുഡ് ആൻഡ് ഫാമിലി വ്ളോഗ്സ് ആണെന്ന് തോന്നുന്നു അവർ ചെയ്യുന്നത്. ഇനീഷ്യലി അവർ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും ഈ സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലൊക്കെ പോയി അവരുടെ വീടൊക്കെ കാണിച്ചു തരുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി വ്ളോഗ്, ഫുഡ്, ട്രാവലിങ്ങിനൊക്കെയാണെന്ന് തോന്നുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സെലിബ്രിറ്റീസിൻ്റെ വീടൊക്കെ കാണിക്കുന്ന ആ ഒരു ഇവരുടെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഇവരുടെ വീഡിയോസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് ഇവരുടെ വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസിന് താഴെയായിട്ട് വളരെ മോശമായിട്ടുള്ള, വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇവർ റീസെൻ്റ്ലി ഇവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവർ പാരീസിലും പിന്നെ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 10 to 15 days വെക്കേഷനാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ വെക്കേഷന് പോയതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വെക്കേഷന് പോകുന്ന സമയത്ത് ഇവർക്കൊരു മോനുണ്ട്. ഐ തിങ്ക് 2 or 3 years അങ്ങനെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഏജ് അറിയത്തില്ല. സോ 2 or 3 വയസ്സുള്ള ഒരു മോനാണെന്ന് തോന്നുന്നു. അപ്പം ആ മോനെ കൊണ്ടുപോവാതെയാണ് ഇവർ വെക്കേഷന് പോയത്. അപ്പം അതാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വന്നിട്ട് നിങ്ങൾ എന്ത് അമ്മയാണ്, നിങ്ങൾ എന്ത് അച്ഛനാണ്, നാളില്ല നിങ്ങൾ കുട്ടിയെ കൂട്ടാതെ ടൂർ പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് മാന്യമായിട്ട് പറഞ്ഞതാണ്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഇവരുടെ ഈ വീഡിയോസിന് താഴെ കമൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കേട്ടിട്ടൊന്ന് തിരിച്ചു വരാം. ഈ വീഡിയോന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കമന്റ്സ് നമ്മളുടെ ഇതിനകത്ത് വന്നു. അതായത് യൂട്യൂബിന്റെ കഴിഞ്ഞ വീഡിയോസ് അതായത് നമ്മള് പാരീസ് പോയത്, സ്വിറ്റ്സർലാൻഡ് പോയത്, ആ വീഡിയോകളുടെ ഇടയിൽ ഒരുപാട് കമന്റ്സുകൾ വന്നു. ഒരുപാട് കമന്റ്സ് പറഞ്ഞാൽ വളരെ മോശം കമന്റുകൾ. വളരെ മോശം കമന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ണിനെ കൊണ്ടുപോയില്ല, ഉണ്ണിനെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയി, എന്നിട്ട് ഇന്ദുട്ട അപ്പനാണ്, ഇന്ദുട്ട അമ്മയാണ്, നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലാത്ത മകനെ നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയി, അതെങ്ങനെ സാധിക്കുന്നു, കണ്ണിൽ ചോരയില്ലേ, തേങ്ങയില്ലേ, മാങ്ങയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരുന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടി തരാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നല്ല തന്നെയാണ്. കമന്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇടാം. കാരണം നമ്മളുടെ ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ വീഡിയോകൾ ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, നോ പ്രോബ്ലം. പക്ഷെ ഉണ്ണീനെ കൊണ്ടാവാണ്ടിരുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം നമ്മൾ പോണ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള രാജ്യമാണ്. നമ്മൾ പോണ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ നമ്മൾ പോയത്. ഒന്ന് ഫ്രാൻസ്, പാരീസും, പിന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡും. പാരീസ് പിന്നെയും ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് തണുപ്പിന്റെ കേസിൽ കേട്ടോ. തണുപ്പ് ഒരു 2 ഡിഗ്രി 1 ഡിഗ്രി ആ റേഞ്ചാണ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. പക്ഷെ സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നെഗറ്റീവ് ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഉണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഉണ്ണിക്ക് അതിനുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിദേശത്തും കാര്യങ്ങളിലൊക്കെ കുറെ ഫാമിലീസും കാര്യങ്ങളും നിൽക്കണില്ല, അവിടെ കുട്ടികളില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച് വളർന്നേക്കുന്ന കുട്ടികളായിരിക്കും. അവർ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഓൾറെഡി നമ്മുടെ നാട്ടിലത്തെ ടെമ്പറേച്ചർ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യില്ല, റിയാക്ട് ചെയ്യും. ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ആ ഒരു മോന് 2 or 3 years മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയൊരു മോനെ
പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നും സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു തണുത്ത ഒരു ക്ലൈമറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു വാം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു വാം ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു കോൾഡ് ടെമ്പറേച്ചറിലേക്ക് മാറുന്ന സമയത്ത് കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ, പനി, കോൾഡ്, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞിന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഈവൻ വലിയവർക്കാണെങ്കിൽ പോലും ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളിവിടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഫുഡ് കൊടുക്കുന്നത്. അപ്പം അവിടെ പോയി കഴിയുമ്പോഴത്തേനും അവിടുത്തെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ചെന്നിട്ട് ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഈ പാക്കേജ്ഡ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡിൽ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചും കുഞ്ഞിന്റെ സ്റ്റൊമക്കിനെയും ഡൈജഷനെയും ഒക്കെ നല്ലപോലെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ഒരുപാട് ആൾക്കാർ കുഞ്ഞിനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തെറി വിളിക്കുന്നത്. നമ്മളാകെ കൂടി ഒരു 15 ദിവസമല്ലേ നിന്ന്, ഒരു 10-15 ദിവസമാണ് നമ്മൾ അവിടെ നിന്നത്. പക്ഷെ നമ്മൾ ആകെ വീഡിയോ നമ്മൾ അവിടുത്തെ പാരീസിലും സ്വിറ്റ്സർലാൻഡിലും വീഡിയോസ് ഇട്ടതായിക്കൂടി എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോസ് ഇട്ടുള്ളൂ. നമ്മ പോയതിന്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ജോലിയുടെ എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടാണ് ഞാൻ പോയത്, ഫ്രാൻസിലോട്ട് പോയത്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്, ജോലി സംബന്ധമായിട്ട് ആവശ്യങ്ങൾക്കാണ് ഞാൻ പോവാറുണ്ട്. ഇപ്പോൾ ഒരു 5-8 മാസം പോയുള്ളൂ ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ ഈ പ്രാവശ്യം പോയ ടൈമിൽ പൊന്നൂസിനെയും കൂട്ടിയിട്ട് കൊണ്ടുപോയി. പൊന്നൂസിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എന്തായാലും പോകേണ്ട ആവശ്യം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പൊന്നൂസിനെയും കൂട്ടിയിട്ട് പോയി. അങ്ങനത്തെ പോകാൻ സിറ്റുവേഷൻ ആയപ്പോ ഉണ്ണിനെ കൊണ്ടുപോയില്ല. ഞാൻ പോയപ്പോ പൊന്നൂസിനെയും കൂട്ടിയിട്ട് പോയി. വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറി അവിടെ ആഘോഷിച്ചു. അതാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഉണ്ണിനെ നമ്മൾ നാട്ടിലിട്ടിട്ട് ഉണ്ണിനെ കൊണ്ടുപോവാണ്ട് എന്നേക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാരുകൾ അങ്ങനെ കമന്റ് ചെയ്തത് നമ്മൾ എന്നേക്ക് ആയിട്ട് ഉണ്ണിനെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നണോ? അങ്ങനെ ഉണ്ണിനെ ഇവിടെ ആക്കിയിട്ട് പോണ ആൾക്കാരുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുകളുണ്ട്. അത് എല്ലാവരും അത് അറിയണില്ല എന്നുള്ള ഒരുപാട് ഫാമിലീസിലെ ഉണ്ണികളെ നാട്ടിലാക്കിയിട്ട് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തേയുള്ള 2 പിള്ളേരുണ്ട്, അവരുടെ വീട്ടിലാക്കിയിട്ട് പോയിട്ടുണ്ടല്ലോ. UK-ലുണ്ടല്ലോ. അത് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. എത്രയോ പാരന്റ്സ് അവർ കുട്ടികളെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ആക്കിയിട്ട് UK, US, ഈവൻ ഗൾഫ് കൺട്രീസ് പോലും പോകാറുണ്ട്. സോ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുട്ടികളുടെ അടുത്ത് ഇരിക്കണം, അവിടെ ജീവിക്കണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അത്രയും മോശമായത് കൊണ്ടായിരിക്കണം അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. ഇവിടെ ആക്കി പോണത് അത്രയ്ക്ക് വലിയ കുറ്റമുള്ള കാര്യമൊന്നല്ലല്ലോ. കുട്ടികളെ ഇട്ടിട്ട് പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ചില പാരന്റ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരവരുടെ കുട്ടികളെ ഇട്ടിട്ട് പോകാറില്ല. ചില പാരന്റ്സ് തന്നെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതിൽ പ്രശ്നമില്ല. വേറെ ചിലർക്ക് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ചെയ്യിപ്പിക്കുമായിരിക്കും. ഇപ്പം നമ്മൾ കൂടെ ഇരുന്നത് കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഫുഡ്, വസ്ത്രം, ഇത്തരത്തിലുള്ള ബേസിക്കായ കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഇരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. എത്രയോ പാരന്റ്സ് അവരുടെ കുട്ടികളുടെ ബെറ്റർ ലൈഫിന് വേണ്ടി വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ വെക്കേഷനാണ് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാവരും തെറി വിളിക്കുന്നത്. ഇത്രയും ചെറിയ കുഞ്ഞിനായിട്ട് ഇവർ വെക്കേഷന് പോയത് കൊണ്ടാണ് ആളുകൾ ഭയങ്കരമായിട്ട് അവരെ ചീത്ത വിളിക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഫുൾ ടൈം കുട്ടികളെ നോക്കുന്ന പാരൻസിന് മെന്റലി ആൻഡ് ഫിസിക്കലി പലതരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം അവർക്കൊരു ബ്രേക്ക് വേണമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരുടെ അടുത്തല്ല, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ലേ കുഞ്ഞിനാക്കിയിട്ട് പോയിരിക്കുന്നത്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിമാർക്കൊക്കെ പേരക്കുട്ടികളെ നോക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അവർക്ക് കുട്ടികളെ നോക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കുട്ടികളെ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഗ്രാൻഡ് പാരൻസുമായിട്ട് ഒരു ബോണ്ടിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതൊരു നല്ലൊരു അവസരവുമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ കുട്ടികൾക്ക് കേൾക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ കുട്ടികൾക്ക് ഇതൊരു വലിയൊരു അവസരം തന്നെയായിരിക്കും. കുട്ടി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തൊക്കെ കംഫർട്ട് ആണെങ്കിൽ, അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഹെൽത്ത് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം മുത്തശ്ശനെയും കൂടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന പാരൻസും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെന്തായാലും ഇത് അവരുടെ കുഞ്ഞാണല്ലോ. അപ്പോൾ അവരുടെ കുഞ്ഞ് എവിടെ ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് അവർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. നമ്മളെക്കാളും കൂടുതലായിട്ട് അവരാണ് ആഗ്രഹിക്കുന്നത് അവരുടെ കുഞ്ഞ് ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. എന്തായാലും കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കാത്തവരാണോ, അതോ ഇതുപോലെ ബ്രേക്ക് എടുത്ത് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്ന് കമൻറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.